ഇതാണ് അമേരിക്കയിലുള്ള റെഡ് വുൾഫ് എന്ന് പറഞ്ഞ സംഭവം. അപ്പോൾ ഇത് ക്രിട്ടിക്കലി എൻഡേഞ്ചേർഡ് സ്പീഷീസാണ്. അപ്പോൾ അമേരിക്കയിലെ ഫ്ലോറിഡ തൊട്ട് പെൻസിൽവേനിയ വരെ എല്ലാ ഭാഗത്തും ഇതിനെ കാണാൻ പറ്റും. ഇത് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഉണ്ടാക്കുന്നതിന് മുമ്പ് തന്നെ ഈ ഭാഗത്ത് കണ്ടുവരുന്ന ഒരു സംഭവമാണ് ഈ റെഡ് വുൾഫ് എന്ന് പറഞ്ഞാൽ. ഇതിൻ്റെ ബ്രോഷർ ഞാൻ കാണിക്കുക, ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് പറയാൻ. റെഡ് വുൾഫ് കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു. ഇവർ രണ്ടുപേരാണ് റെഡ് വുൾഫ്. ഫുഡ് കിട്ടാൻ വേണ്ടി give me food. അതാണ് അവൻ പറയണത്. ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ നിങ്ങൾ കാണിച്ചേക്കാം. ആണ് റെഡ് വുൾഫിൻ്റെ ബ്രോഷർ എന്ന് പറഞ്ഞ സംഭവം. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇതിൻ്റെ അകത്ത് പറയണത്. ഇത് പ്രൈമറി ഫീഡ് ഓൺ റക്കൂൺ, റാബിറ്റ് ആൻഡ് റോഡൻസ് അതൊക്കെയാണ് കഴിക്കുന്നത്. ഈ വൈറ്റ് ടൈൽ ഡിയറിനെ അറ്റാക്ക് ചെയ്യുന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ കൺസർവേഷൻ സ്റ്റാറ്റസ് ക്രിട്ടിക്കലി എൻഡേഞ്ചേർഡ് ആണ്. പിന്നെ ഹൈലി അഡാപ്റ്റബിൾ ആണ്. എവിടെ വേണമെങ്കിലും ജീവിക്കുന്ന പറയണം. ഫോറസ്റ്റിലും മാർഷിലും സാംസിലും ഓപ്പൺ അഗ്രികൾച്ചറൽ ഫീൽഡ്സിലൊക്കെ. ഇത് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ ഉണ്ടെന്നാണ് പറയണത്. 1630. ഇപ്പോൾ ഫ്ലോറിഡ മുതൽ പെൻസിൽവേനിയ ഏരിയ വരെ ഇതാണ് റെഡ് വുൾഫിൻ്റെ ഏരിയ.